എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മൾ ഇന്നലെ ഗ്ലൂട്ടാതയോൺ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് നമുക്ക് ഗ്ലൂട്ടാതയോൺ പൗഡർ വേണം. ആ പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇന്നലത്തെ വീഡിയോ കാണുക, അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അത് ഒരു ദിവസം നമ്മൾ വെയിലിൽ വെച്ച് നല്ലപോലെ ഉണക്കിയതിന് ശേഷമാണ് ഇന്ന് നമ്മൾ പൊടിയാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒരുപാട് പേർക്കുണ്ടായിരുന്ന ഡൗട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് അതിമധുരം പൊടി വേണോ അതോ അതിമധുരമായിട്ട് മതിയോ? നമുക്ക് ഒറിജിനലായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്കൊരു വിശ്വാസമുണ്ട്, നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഒറിജിനലായിട്ട് കിട്ടുവാണെങ്കിൽ അത് നല്ലത്. ഇല്ല നിങ്ങൾക്ക് പൊടിയായിട്ട് കിട്ടാൻ മാത്രമാണ് ചാൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിയായിട്ട് വാങ്ങിക്കാം, പ്രശ്നമില്ല. അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടി അതും അതേപോലെ തന്നെയാണ്. പച്ചയായിട്ട് നമുക്ക് കിട്ടുവാണെങ്കിലോ മീൻസ് ഉണക്കിയായിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ അത് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ പൊടിയായിട്ട് വാങ്ങിക്കാം. പോപ്പി സീഡ്സ് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മൾ ജ്യൂസിലിട്ട് കുടിക്കുന്ന പൊടിയാണോ? അതൊന്നുമല്ല. നമ്മൾ ഈ മസാല പാക്കറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് വളരെ മണ്ടരി പോലുള്ള, അത് കറിക്കൊക്കെ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സീഡ്സ് ഇല്ലേ, ചെറിയ മണ്ണ് പോലെ ഇരിക്കും, അതാണ് പോപ്പി സീഡ്സ് എന്ന് പറയുന്നത്. അത് വേണം നമ്മൾ ഇതിൽ യൂസ് ചെയ്യാനായിട്ട്. കസകസ എന്നൊക്കെ പറയും, അതാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് മൂന്നും ഞാനിന്ന് നല്ല പോലെ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, പൊടിച്ച് നല്ല പൗഡറാക്കി, പൗഡർ ഫോമിലാക്കി ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ സുന്ദരന്മാരാകാൻ റെഡി ആയിട്ടിരിക്കുവാണ്. എല്ലാവരും ഇത് പൊടിച്ചു വെക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കിയില്ലേ, സ്കിന്ന് കളർ ആകാനായിട്ടും സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആകാനായിട്ടും ഒക്കെ ഇത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും. പ്രത്യേകിച്ചും നെല്ലിക്കയൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ തിളക്കത്തിനും ഒക്കെ വളരെ നല്ലത്. എൻ്റെ മുടിയുടെ തിളക്കത്തിനെ കുറിച്ച് ഒരാളൊരു കംപ്ലൈന്റ് പറഞ്ഞു കേട്ടോ. എൻ്റെ ഹെന്ന വീഡിയോയുടെ താഴെ ആ കമന്റ് കിടപ്പുണ്ട്. ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നും അല്ല ഉപയോഗിക്കുന്നത്, എന്തൊക്കെയോ കെമിക്കൽ ഡൈസ് ഒക്കെ എൻ്റെ തലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മുടിക്ക് തിളക്കം, അല്ലെങ്കിൽ മുടിക്ക് ഇത്രയും തിളക്കം കിട്ടത്തില്ല. നിങ്ങൾക്കറിയാലോ എൻ്റെ ഹെയർ കെയർ, ഞാൻ ഇതുവരെ ഒരു ഡൈയോ എൻ്റെ തലയിൽ അപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ എന്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും, ഞാൻ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം എന്ത് തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ പറയുന്നവർക്ക് നമുക്ക് വേറെ ഒന്നും പറയാനുമില്ല. ഓക്കെ, അതോടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് മുടിക്കൊക്കെ നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കും നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലൊരു ഡ്രിങ്ക് നമ്മൾ കണ്ടിന്യൂസ് കുടിക്കുവാണെങ്കിൽ, ഇത് നിങ്ങൾ ഒരു ദിവസം ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കുടിച്ചാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുടിക്കേണ്ട, ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമുക്ക് കുടിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കത് എങ്ങനെ ജ്യൂസ്, അത് നമുക്ക് നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. അത് നമ്മൾ എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഓടിപ്പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സമാധാനമായിട്ട് പോയി കണ്ടിട്ട് വരാം കേട്ടോ. അതിനുശേഷം ഞാൻ പറയാം. നമുക്കിനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വാട്ടർ മെലൺ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ജ്യൂസ് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ലെമൺ ജ്യൂസ് ആവാം, സിട്രിക് ഫ്രൂട്ട്സ് എന്ന് പറയത്തില്ല, നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ആവാം, കിവി സൂപ്പറാണ്, വാട്ടർ മെലൺ സൂപ്പറാണ്, പപ്പായ സൂപ്പറാണ്. ഇങ്ങനെയൊക്കെയുള്ള സിട്രിക് അടങ്ങിയിട്ടുള്ളതും സിട്രിക് അടങ്ങാത്ത ഇതുപോലുള്ള സ്ട്രോബെറി, വാട്ടർ മെലൺ, ഇങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സുകളാണ് ഏറ്റവും നല്ലത്. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സ്ട്രോബെറി, കിവി, വാട്ടർ മെലൺ, പപ്പായ, ഇങ്ങനെയൊക്കെയുള്ള സാധനം. ഞാനിപ്പോൾ ഇവിടെ വാട്ടർ മെലൺ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ എന്നോട് ചോദിച്ചായിരുന്നു, ചേച്ചി എവിടുന്നാണ് ഈ ബ്ലെൻഡർ വാങ്ങിച്ചത്? ഞാനത് ബിഗ് ബസാറിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. കൊറിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. ഇതിപ്പം ബിഗ് ബസാറിൽ നമ്മൾ 4000 രൂപയ്ക്ക് മുകളിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ഓഫറിലുണ്ടായിരുന്നു. ഇത് 4500 രൂപയാണ് ഈ ഒരു ബ്ലെൻഡറിൻ്റെ വില. പക്ഷെ ഞാനിത് 1800 രൂപയ്ക്ക് എന്തോ ആണ് ഓഫറിൽ കിട്ടിയത് കേട്ടോ. നല്ല സൂപ്പർ ബ്ലെൻഡറാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പൊടിയില്ലേ, പൊടിയിൽ നിന്ന് ഈ സ്പൂൺ ഇച്ചിരി വലുതായി പോയല്ലോ. ഓക്കെ, ഒരു സ്പൂൺ. ഓക്കെ, ഒരുപാട് ഇടരുത്. കറക്റ്റ്. ഓക്കെ, ഒരു സ്പൂൺ കണ്ടോ, ഇതുപോലെ മിക്സ് ചെയ്യുക. ഈ ഒരു സ്പൂണ് ഈ പൊടി ഇതിനകത്ത് ഇട്ടതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ വെച്ചേക്കണം. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ഇത് കുടിക്കാനായിട്ട്. ഇത് ഞാൻ വാട്ടർ മെലൺ ആയിരുന്നാലും ശരി, അരിച്ചൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങനെ കുടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് കുടിക്കാം കേട്ടോ. അരിച്ച് കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എങ്കിലും അരിക്കാതെ കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫൈബർ കണ്ടൻറ്റും ഒക്കെ നമ്മുടെ ശരീരത്തിനകത്തോട്ട് പോകും. എന്നിട്ട് ഇങ്ങനെ വേണം നമ്മളിത് കുടിക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് കുടിക്കാനായിട്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്ലൂട്ടാതയോൺ ഡ്രിങ്ക് നമ്മൾ വെളുക്കാൻ വേണ്ടിയിട്ട് കണ്ട ക്രീമുകളും ഒക്കെ വാരി തേക്കുക. അതൊക്കെ ജസ്റ്റ് ഒന്ന് വെളിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന കളർ മാത്രമാണ്.
പക്ഷെ ഇതുപോലുള്ള ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല സ്കിന്നിന് ഒരു നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കുടിക്കണം. അതായത് ഇന്ന് കുടിച്ചിട്ട് നാളെ കുടിക്കേണ്ട, അടുത്ത ദിവസം കുടിക്കുക, അടുത്ത ദിവസം ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കറക്റ്റായിട്ട് കുടിക്കുക. നിങ്ങളുടെ ശരീരത്തിനോ ഒന്നും ഒരു രീതിയിലുള്ള ദോഷങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. ഇതൊക്കെ നമ്മുടെ ഹെർബൽ മൂലികകൾ മാത്രമാണ്, നമ്മളല്ലാതെ ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് വളരെ എന്ത് പറയും, ഞാനിത് അരിച്ചിട്ടും ഒന്നുമില്ല, നിങ്ങൾക്ക് അരിച്ച് വേണമെങ്കിൽ അരിച്ച് കുടിക്കാം. ഇങ്ങനെ കുടിക്കാം. അതിമധുരത്തിന്റെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ, പെൺകുട്ടികൾക്കൊക്കെ കയ്യിൽ ഒരു 15 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഡെയിലി നിങ്ങൾ കൊടുത്തു വരുവാണെങ്കിൽ അവരുടെ സ്കിന്നും ഒക്കെ നല്ല കളറാകുന്നത് വിസിബിൾ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. നെല്ലിക്കയുടെ ഒരു ചെറിയ കയ്പും ആ ഒരു അതിമധുരത്തിന്റെ മധുരവും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല ഒരു ടേസ്റ്റാണ്. പിന്നെ കുടിക്കാൻ മധുരം പോരാ എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഹണിയും കൂടെ വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് അടുത്തത്, ഇത് കുടിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നൈറ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന്, ഡിന്നർ കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് കുടിക്കാം. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നർ കഴിച്ചിട്ട് പിന്നെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാം. അപ്പൊ ഇതാണ് കഴിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സമയം. നമ്മൾ എങ്ങനെ എന്ത് പറയുന്നത് കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു പാതി വഴിയിൽ നിർത്തിയിട്ട് പോകരുത്. അല്ലെങ്കിൽ ഒരു പാതി തുടങ്ങിയിട്ട് ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം ചെയ്ത് അത്ര റിസൾട്ട് വന്നില്ലെങ്കിൽ ചെറിയ മാറ്റം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കളഞ്ഞിട്ട് പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പൗഡർ ഉണ്ടാക്കി വെക്കുന്നത് ഇതേ അളവിൽ ഉണ്ടാക്കി വെക്കുക. 1 സ്പൂൺ എടുത്താൽ മതി. ഞാൻ ഇന്ന് എടുത്തത് ഇച്ചിരി സ്പൂൺ ഇല്ലാത്തൊരു ഇച്ചിരി കൂടിപ്പോയി. 1 സ്പൂണ്, 1 ടീസ്പൂൺ നിങ്ങൾ എടുത്താൽ മതി. എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വളരെ സാവധാനത്തിൽ ഇരുന്ന് കുടിക്കുക, എൻജോയ് ചെയ്ത് കുടിക്കുക. നമുക്ക് എപ്പോഴും ഒരു വിശ്വാസം വേണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വിശ്വാസത്തോടുകൂടി ചെയ്യണം. ഇത് ചെയ്താൽ എനിക്ക് റിസൾട്ട് കിട്ടും. ചിലർക്ക് പേടിയാണ്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എന്തെങ്കിലും പറ്റും അങ്ങനെയൊക്കെ വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസോടുകൂടി ചെയ്യുക. സൂപ്പർ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റിൽ പറയാവുന്നതാണ്. ഇനി ഇതുപോലുള്ള കുറച്ച് ജ്യൂസസ് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സിട്രസ് ഫ്രൂട്ട്സ്, എങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യണം എന്ന്. ഇനി നമുക്ക് വേറെ കുറച്ച് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഉള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക്സ് ഞാൻ ഇനി അടുത്ത ദിവസങ്ങളിൽ, വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എല്ലാവരും സുന്ദരന്മാരാകാൻ റെഡിയല്ലേ? അപ്പോൾ റെഡിയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് പോവുക. കൂടെ കട്ടയ്ക്ക് ഉണ്ടാവണം എല്ലാവരും. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഒരുപാട് പേര് കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉള്ളവരുണ്ട്. ഇതുപോലുള്ളൊരു സ്നേഹവും സഹകരണവും ഒക്കെ തുടർന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.